ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സൂപ്പർ ടേസ്റ്റിൽ ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ടേ ഞാൻ കുറച്ച് ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഴുത്തതാണേ ഉള്ളൂ കേട്ടോ, അപ്പോൾ പഴുത്ത മുളക് എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് 1 ടീസ്പൂണ് ഉപ്പും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടേ നല്ലതുപോലെ ഒരു ചക്കക്കുരുവൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ ചക്കക്കുരും ആ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മുരിങ്ങക്കായൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം നമുക്ക് വെന്ത് കിട്ടണം, എന്നാലും ഒരു കടിക്കാനൊക്കെ പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെന്ത് മൊത്തത്തിലങ്ങ് ഉടഞ്ഞ് നാര് പോലെ പോലെ അത് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ടാമത് ആ ഒരു മുരിങ്ങക്കായും പച്ചമാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടേ ആ ഒരു മുരിങ്ങക്കായൊക്കെ കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുരിങ്ങക്കായും മാങ്ങയും കൂടി വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ചാറൊന്നുമില്ല, വെള്ളം കുറച്ച് വറ്റിയിട്ടിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ആ ഒരു തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തലയും മേലൊക്കെ കളഞ്ഞിട്ട് കഴുകി വാരി വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് പൊടിച്ചെടുത്തിരുന്നതാണ്. ആ ഒരു ചെമ്മീൻ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. ആ ഒരു ചെമ്മീൻ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവായിട്ടുണ്ട്, ഞാനൊരു 2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നമ്മുടെ കറി പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഒരു ചട്ടിയിൽ ഇരുന്നിട്ട് ആ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ വറ്റി നമുക്ക് പാകത്തിനായി കിട്ടുവേ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളിയും മുരിങ്ങക്കായും ചക്കക്കുരുവൊക്കെ വെച്ചിട്ടുള്ള ഒരു കറി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ താളിപ്പിനായിട്ടേ ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് 1 ടീസ്പൂൺ കടുകും ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞതും ഉണക്കമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചധികം കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടുള്ള ഒരു എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. താളിപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ മിക്സാക്കി എടുക്കണില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു ചക്കക്കുരു കറി നല്ലതുപോലെ ആ ഒരു ചാറൊക്കെ ഒന്ന് നമുക്ക് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. മിക്സാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടോ. വളരെ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.